എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എറണാകുളം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് രാവിലെ പോയത്. സാധാരണ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഓണക്കാലമായതുകൊണ്ട് ഈ ഓണം 10 ദിവസം, അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണല്ലോ, എല്ലാവർക്കും അറിയാം, ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. അവിടെ 2 അമ്പലങ്ങളാണുള്ളത്. ഒന്ന് തൃക്കാക്കരയപ്പൻ്റെ ശിവക്ഷേത്രവും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാമനമൂർത്തി ക്ഷേത്രമാണുള്ളത്. ആദ്യം തൃക്കാക്കരയപ്പനെ തൊഴുത് രണ്ടാമത് വാമനമൂർത്തി ക്ഷേത്രം, അങ്ങനെയാണ് നമുക്കിവിടെ പതിവ്. അതുപോലെ തന്നെ തൃക്കാക്കരയപ്പൻ്റെ പുറത്ത് ഉപദൈവങ്ങളായിട്ട് പാർവതി ദേവി അതുപോലെ ദുർഗാദേവി പ്രതിഷ്ഠയുണ്ട്. നമുക്ക് അവിടെയും നമുക്ക് തൊഴാവുന്നതാണ്. ഒരു കുടുംബ സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. നേരെ പിന്നെ വാമനമൂർത്തി ക്ഷേത്രത്തേക്കാണ്. അതതിൻ്റെ ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ കളറുള്ള ഒരു എന്താ പറയുക, ഇത് സംഭവമുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ ഇത് കപില തീർത്ഥം എന്ന് പറഞ്ഞിട്ടൊരു അവിടുത്തെ കുളത്തിൻ്റെ പേരാണ് കപില തീർത്ഥം. ഇതിൻ്റെ ഉത്ഭവത്തെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചേക്കുന്നു. വളരെ ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ അവരൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഞാനും എൻ്റെ ഒന്ന് എടുത്തു കേട്ടോ. പിന്നെ പുറത്തോട്ട് ഇറങ്ങി അവിടെ എഴുന്നള്ളത്തിന് ഇവിടുന്ന് ആനയാണ്. എഴുന്നള്ളത്തൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷേ ആനേനെ അവിടെ നിർത്തിയിരിക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടെ നിന്ന് അവരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഓണക്കാലത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് തന്നെ വല്ലാത്ത നല്ല രസമുണ്ട് അവിടെ. പിന്നെ എല്ലാ അമ്പലങ്ങളും കാണുന്ന പോലെ തന്നെ അവിടെ ഒരു സങ്കീർത്തന ഒരു സഭ നടക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടെ നാമസങ്കീർത്തനങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു പുറംഭാഗ കാഴ്ചകളാണ്. പിന്നെ നമ്മൾ നേരെ അവിടെ പോകുന്ന ആ ദൂരെ കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളുടെ മഹാബലി ആസ്ഥാനം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് മഹാബലിയുടെ ആസ്ഥാനം. അപ്പോൾ തൃക്കാക്കര അമ്പലത്തിൻ്റെയും വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് മഹാബലി ആസ്ഥാനം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ.